ആ എടിയേ ഇത് കണ്ടാ കണ്ടടേ. ഇതെന്തിനാടി ഇവിടെ? എന്നാടി അങ്ങനെ ചോദിച്ചത്? ഏയ് എടി ഉണ്ണി യേശു ഞങ്ങളുടെ തൊഴുത്തിലാണല്ലോ ജനിച്ചത്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ തൊഴുത്തലങ്കരിക്കും. അപ്പൊ പിന്നെ നിനക്കും ഞങ്ങളുടെ കൂടെ കൂടിയാ പോരെ? എന്തോ എങ്ങനെ? എടി ഉണ്ണിയേശു ഞങ്ങളുടെ തൊഴുത്തിലാണ് പിറന്നത്. നീ ആ പാട്ട് കേട്ടിട്ടില്ലേ? കാലിത്തൊഴുത്തിൽ പിറന്നവനെ. കേട്ടിട്ടില്ലേ? കാലി എന്ന് വെച്ചാൽ പശു. അപ്പൊ കാലിത്തൊഴുത്ത് എന്ന് വെച്ചാൽ പശുവിന്റെ തൊഴുത്ത്. അവള് പുതിയ കഥയായിട്ട് വന്നേക്കും. അവളുടെ തൊഴുത്താണ് പോലും. ഒന്ന് പോടി എന്ന്. ബദ്രഹേമിൽ എവിടെയാടി പശു? ബദ്ലഹേമില് പശു ഉണ്ട്, മിൽമായും ഉണ്ട്. നിനക്ക് സംശയം ഉണ്ടാ? ആ ഇടേ ഉണ്ണിയേശു ആട്ടിടയനായിരുന്നു, അല്ലാതെ പശുവിന്റെ ഇടയനല്ല. പിന്നെ എങ്ങനാടി നിങ്ങളുടെ തൊഴുത്തിൽ വന്ന് ജനിക്കുന്നത്? അതെന്തെങ്കിലും ഒക്കെ ആകട്ടെ, പക്ഷെ ജനിച്ചത് പശുവിന്റെ തൊഴുത്തിലാണ്. ആട്ടിൻ തൊഴുത്തിലാണെന്നാ ഞാനും കേട്ടേക്കണത്. കേട്ടാ ഇപ്പൊ എങ്ങനെ ഇരിക്കണം? പിന്നെ കണ്ട കോഴികളെ പറയണ വിശ്വസിക്കാനല്ലോ ഞാൻ ഇരിക്കുന്നത്. എടാ പട്ടി, ഉണ്ണിയേശു പശുത്തൊഴുത്തിലാണോ ആടിന്റെ തൊഴുത്തിലാണോ ജനിച്ചത്? പറ. അതിപ്പോ കാലിത്തൊഴുത്തിലല്ലേ ജനിച്ചത്? കണ്ട കാലിത്തൊഴുത്തിലാണെന്നാണ് അവനും പറയണത്. വിശ്വാസമായ അവനക്ക്? എടാ കാലി എന്ന് വെച്ചാ ആരാ? കാലിത്തൊഴുത്ത് ആരുടെ തൊഴുത്താ? അത് പറ. കാലിത്തൊഴുത്ത് എന്ന് വെച്ചാൽ ആടും ഇല്ല പശുവില്ല, തൊഴുത്ത് കാലി. അവിടെ ഒന്നുമില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞൊരു വീഡിയോ ചെയ്താലോ? ആരാ ഇപ്പൊ വീഡിയോ പിടിക്കുക? കോഴി, ഞങ്ങൾ ഹാപ്പി ക്രിസ്മസ് പറയുന്ന ഒരു വീഡിയോ എടുത്തടാ. പിന്നെ ക്രിസ്മസ് ആയിട്ട് ഞാൻ താഴെ ഇറങ്ങി വരാനാ. എന്റെ പട്ടി വരും താഴെ. ഹാപ്പി ക്രിസ്മസ്.